ഹലോ മുത്തുമണീസ്, ബീഫ് ലിവർ ഫ്രൈ ഉണ്ടാക്കാനായിട്ട് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി പാകത്തിനുള്ള കുറച്ച് വെള്ളം കൂടി ഇട്ടിട്ട് പ്രഷർ കുക്കറിലൊന്ന് അടിച്ചെടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ സവാള, കറിവേപ്പില, കുറച്ച് നാളികേരക്കൊത്തും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്ക് കുറച്ചും ചെറിയ ജീരകം, വലിയ ജീരകം, ഒരു പിഞ്ച് ഉലുവ, കുരുമുളക്, ഏലക്കായ, പട്ട, കരാമ്പൂ ഇവയൊന്ന് റോസ്റ്റ് ചെയ്തെടുത്തിട്ട് അതൊന്ന് പൊടിച്ചെടുക്കാം. നമ്മളുടെ സവാളയും നാളികേരക്കൊത്തും നന്നായിട്ട് വഴന്നു വരുന്നുണ്ട്. നമ്മുടെ ബീഫ് ലിവർ ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ചതച്ചതുണ്ടല്ലോ അത് നമുക്ക് ഈ സവോളയിലിട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് പച്ചച്ചുവ മാറുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്ക് മഞ്ഞൾപ്പൊടി, കാശ്മീരി മുളക് പൊടി, കുറച്ച് മല്ലിപ്പൊടി, പിന്നെ നമ്മൾ റോസ്റ്റ് ചെയ്ത് പൊടിച്ച് വെച്ചിട്ടുള്ള ആ പൊടികളും കൂടെ ഇട്ടിട്ട് നമുക്കൊരു 1 മിനിറ്റ് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് അതിനകത്തേക്ക് കുക്കറിൽ നിന്ന് തുറന്ന് വെച്ചിട്ടുള്ള ബീഫ് ലിവർ ഉണ്ടല്ലോ അത് നമുക്ക് ആ വെള്ളത്തോടെ തന്നെ അതിലേക്ക് ചേർത്ത് കൊടുത്ത് പാകത്തിനുള്ള ഉപ്പിട്ടിട്ട് നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള കുറുക്കമായി വരുന്ന സമയത്ത് അതിനെ ചെറിയ തീയിൽ വെച്ച് അങ്ങനെ വേവിച്ചെടുക്കാം. നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ആ ഒരു കൺസിസ്റ്റൻസി ആയി കഴിഞ്ഞാൽ നിങ്ങൾ ഓഫ് ചെയ്തോട്ടോ. ഞാനിന്ന് പുട്ടിൻ്റെ കൂടെയാണ് കഴിക്കണം. അപ്പോൾ ഇനി